ബാങ്കിൽ നമ്മൾ FD ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മിനിമം റിട്ടേൺ എന്ന് പറയുന്നത് 5% ആണ്. സ്റ്റോക്കും മ്യൂച്വൽ ഫണ്ടും താരതമ്യേന റിസ്ക് കൂടുതലാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ സാധാരണക്കാർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റുന്ന ഒന്നാണ് പ്രൈവറ്റ് ബോണ്ട്സ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് പ്രൈവറ്റ് ബോണ്ട്സ്, അതിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടത്, അതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ്. സോ നമുക്ക് ആദ്യമായിട്ട് പ്രൈവറ്റ് ബോണ്ട്സ് എന്താണെന്ന് നോക്കാം. അതായത് ഇന്ത്യയിൽ നോർമലായിട്ട് NBFCകൾ, അതായത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് ആണ് പ്രൈവറ്റ് ബോണ്ട്സ് ഇപ്പോൾ നിലവിൽ ഇഷ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിൻ വെൽത്ത് എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോമിൽ കൂടെയാണ് നമുക്കത് വാങ്ങിക്കാൻ കഴിയുക. സോ പ്രൈവറ്റ് ബോണ്ടുകൾക്ക് 9 മുതൽ 11% വരെയാണ് ഇയർലി റിട്ടേൺ അവർ പറയുന്നത്. അങ്ങനെ ഈ NBFCകൾ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്തിട്ട് സാധാരണക്കാരിൽ നിന്ന് പണം സ്വീകരിച്ച് മറ്റുള്ള ആൾക്കാർക്ക് കൂടിയ ഇൻട്രസ്റ്റിൽ ലോണായിട്ട് നൽകിയാണ് അവർ ലാഭം ഉണ്ടാക്കുന്നത്. സോ അതിൻ്റെ ഒരു വീതമായിട്ടാണ് 9 മുതൽ 11% പലിശ നമുക്ക് തരുന്നത്. ഇന്ത്യയിലെ നിലവിലെ ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത് 6.5% ആണ്. അതായത് കഴിഞ്ഞ വർഷം നമ്മൾ 100 രൂപയ്ക്ക് ഒരു കാര്യം ചെയ്തിരുന്നെങ്കിൽ ഈ വർഷം ഇതേ സമയത്ത് ആ കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ 106 രൂപ 50 പൈസ കൊടുക്കണമെന്നർത്ഥം. സോ കഴിഞ്ഞ വർഷം നമ്മൾ 1 ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപിച്ചു എന്ന് വിചാരിക്കുക. ഈ വർഷം ബാങ്ക് 5% പലിശയോടുകൂടി 1,05,000 രൂപ നമുക്ക് തിരിച്ചു തരുന്നു. ആൻഡ് ഇൻഫ്ലേഷൻ്റെ റേറ്റ് 6.5% ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം ആ 1 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ വർഷം നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ 1,06,500 രൂപ വേണം. അതായത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണത്തിന് വാല്യൂ കുറഞ്ഞു പോയി എന്നർത്ഥം. ഈവൻ നിങ്ങൾക്ക് ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടിയെങ്കിൽ പോലും അതിനേക്കാൾ കൂടുതലാണ് നമ്മുടെ നാട്ടിലെ ഇൻഫ്ലേഷൻ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പണത്തിൻ്റെ വാല്യൂ കുറയുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ കൂടുതൽ റിട്ടേൺ കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾ നോക്കുക. സ്റ്റോക്കും മ്യൂച്വൽ ഫണ്ടും 15 മുതൽ 25% വരെ റിട്ടേൺ തരുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. പക്ഷേ അതിൻ്റെ വോളറ്റൈലിറ്റി കൂടുതലാണ്. സോ ചില സമയങ്ങളിൽ കൂടുതൽ ലാഭം തരികയും ചില സമയങ്ങളിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. സോ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അതിൽ അധികം താല്പര്യം ഉണ്ടാകില്ല. അങ്ങനെയുള്ളവർക്ക് ഈ പ്രൈവറ്റ് ബോണ്ടുകൾ യൂസ് ചെയ്യാം. സോ ഇന്ത്യയിൽ നമുക്കിന്ന് പ്രൈവറ്റ് ബോണ്ടുകൾ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം വിൻ വെൽത്ത് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. പ്രൈവറ്റ് ബോണ്ടുകളിൽ നിന്ന് നമുക്ക് 9 മുതൽ 11% വരെ റിട്ടേൺ ആണ് തരുന്നത്. ആൻഡ് നമുക്ക് ഇതെങ്ങനെ വാങ്ങിക്കണം എന്നുള്ളതിനെപ്പറ്റി പറയുന്നതിന് മുന്നേ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അഡ്വാൻറ്റേജസിൽ ആദ്യമായിട്ട് തന്നെ പറയാനുള്ളത് ഇതിന് ബാങ്ക് FDയേക്കാളും ഇരട്ടിയോളം ഇൻട്രസ്റ്റ് കിട്ടുന്നു എന്നുള്ളതാണ്. ബാങ്ക് 5% തരുന്നെങ്കിൽ ഇതിൻ്റെ മിനിമം ഒരു 10% ഇൻട്രസ്റ്റ് റേറ്റ്. ആൻഡ് രണ്ടാമതായിട്ട് ഇത് മ്യൂച്വൽ ഫണ്ടിനെയും സ്റ്റോക്കിനേക്കാളും സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. മൂന്നാമത്തെ കാര്യം, നമ്മൾ ബോണ്ടുകൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ തന്നെ ഈ ബോണ്ടുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. ഇതിൽ നമുക്ക് ബോണ്ടിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് അതിൽ പറഞ്ഞിരിക്കുന്ന ഇടവേളകളിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് അവർ ക്രെഡിറ്റ് ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. ആൻഡ് നമുക്കിതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തായിട്ടുള്ള കാര്യം ബാങ്ക്രപ്സിയാണ്. അതായത് NBFCകളാണ് നമുക്ക് ഈ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന ബോണ്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്ന കമ്പനി എന്തെങ്കിലും കാരണവശാൽ ബാങ്ക്രപ്റ്റ് ആകുകയോ അതായത് പൂട്ടിപ്പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് റിക്കവറി ചെയ്യാൻ കൂടുതൽ സമയമെടുക്കുകയോ അല്ലെങ്കിൽ നഷ്ടം ഉണ്ടാകുകയോ ചെയ്യാം. രണ്ടാമതായിട്ടുള്ള റിസ്ക് എന്ന് പറയുന്നത് ലോ ലിക്വിഡിറ്റിയാണ്. അതായത് നമുക്കൊരു ദിവസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പൈസ നമുക്ക് തിരിച്ചു വേണമെന്നുണ്ട്. ആ സമയത്ത് മാർക്കറ്റിലൊരു ബയ്യർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ബോണ്ട് അയാൾക്ക് വിറ്റിട്ട് നമുക്ക് ആ പൈസ ഇമ്മീഡിയറ്റ് ആയിട്ട് റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. ചില സമയങ്ങളിൽ അങ്ങനെ ഒരു ബയ്യർ മാർക്കറ്റിൽ ഉണ്ടാവണമെന്നില്ല. പിന്നെ മൂന്നാമതായിട്ടുള്ള റിസ്ക് എന്ന് പറയുന്നത് ഫ്രോഡാണ്. അതായത് എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ബോണ്ട് വിൽക്കുന്ന കമ്പനികൾ എന്തെങ്കിലും ഫ്രോഡായിട്ടുള്ള ആക്ടിവിറ്റീസ് ഏർപ്പെട്ട് കഴിഞ്ഞാൽ ലീഗലായിട്ട് ആക്ഷൻസ് ആ കമ്പനിക്കെതിരെ ഉണ്ടാകുകയും നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് നമ്മളുടെ ഫണ്ട് റിക്കവറി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ കാലതാമസം എടുക്കുകയും ചിലപ്പോൾ പണം നഷ്ടമാകാനും സാധ്യതയുണ്ട്. നമ്മൾ സാധാരണ സഹകരണ ബാങ്കുകളിലും സഹകരണ സംഘങ്ങളിലും കൊണ്ടുപോയി പൈസ നിക്ഷേപിക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ റിസ്കുകൾ തന്നെയാണ് ഇതിലും ഉണ്ടാകുന്നത്. പിന്നെ ഇതിൽ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 10,000 രൂപയാണ്. സോ നമുക്ക് ഇതെങ്ങനെ ഈ ബോണ്ട് പർച്ചേസ് ചെയ്യുമെന്ന് നോക്കാം. സോ നമുക്ക് സ്ക്രീനിലേക്ക് പോകാം. ഇതാണ് വിൻ വെൽത്തിൻ്റെ പ്ലാറ്റ്ഫോം. ഇതിൽ നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യാനും ലോഗിൻ ചെയ്യാനും പറ്റും. ആൻഡ് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് 10,000 ആണ്. നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡാഷ്ബോർഡിലേക്കായിരിക്കും വരിക. നമ്മൾ ഏതെങ്കിലും ബോണ്ടുകൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ ഡാഷ്ബോർഡിൽ കാണാൻ പറ്റും. നിലവിൽ ഞാൻ 2 ബോണ്ടുകളാണ് ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ റിട്ടേൺ എനിക്ക് 286 രൂപ കിട്ടിയതായിട്ട് കാണിക്കുന്നുമുണ്ട്. ഞാൻ ഒരു 1-2 മാസങ്ങൾക്ക് മുന്നെയാണ് ഈ ബോണ്ടുകൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് നമുക്ക് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ബോണ്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം.
ഇപ്പോൾ ഇൻക്രെഡ് എന്ന് പറയുന്നൊരു ബോണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി അവൈലബിൾ ആണ്. അതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് 9.65%. 2 വർഷമാണ് അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ്. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഫുൾ എമൗണ്ട് തിരിച്ച് കിട്ടുക. ആൻഡ് ഇൻട്രസ്റ്റ് റീപേയ്മെൻറ്റ് ആനുവലിയാണ്. അതായത് നമ്മൾ ഇന്നൊരു ബോണ്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് സെയിം ഡേറ്റ് ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഇൻട്രസ്റ്റ്, 1 വർഷത്തെ ഇൻട്രസ്റ്റ് നമ്മുടെ ബാങ്കിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. പ്രിൻസിപ്പൽ എമൗണ്ടും അടുത്ത വർഷത്തെ ഇൻട്രസ്റ്റും കൂടെ അതായത് 2 വർഷത്തിന് ശേഷം നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. അത് നമുക്ക് ആ ഒരു ബോണ്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ന് 1 വർഷത്തിന് ശേഷം നമുക്ക് ഇൻട്രസ്റ്റ് റീപേയ്മെൻറ്റ് കിട്ടുന്നു. 2ാമത്തെ വർഷം ഇൻട്രസ്റ്റ് പ്ലസ് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് ആ ബോണ്ടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. ഇവർ നമ്മുടെ നിന്ന് കളക്ട് ചെയ്യുന്ന എമൗണ്ടുകൾ എന്തൊക്കെ രീതിയിലാണ് ഇവർ സ്പെൻഡ് ചെയ്യുന്നതെന്നും, അതായത് പേഴ്സണൽ ലോൺസ്, സ്റ്റുഡൻറ്റ് ലോൺസ്, സെക്യൂർ സ്കൂൾ ഫിനാൻസിങ് ലോൺസ് ആൻഡ് MSME ലോൺസ്, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കാണ് ഇവർ ഈ ഫണ്ട് യൂസ് ചെയ്യുന്നത്. ആ ഒരു ബോണ്ടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഒരു ബോണ്ട് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്ര യൂണിറ്റാണ് നമുക്ക് വേണ്ടതെന്ന് കൊടുക്കാം. 10, 20, 30 എന്നുള്ള രീതിയിലാണ് നമുക്ക് യൂണിറ്റുകൾ കൊടുക്കാൻ പറ്റുക. ഒരു യൂണിറ്റിൻ്റെ വില എന്ന് പറയുന്നത് 1049 രൂപയാണ്. പിന്നെ ഇവരുടെ ആൻഡ്രോയിഡ് ആപ്പ് അവൈലബിൾ ആണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഫണ്ട് ആഡ് ചെയ്യുക. നമുക്ക് നമ്മുടെ UPI വെച്ചിട്ടും നെറ്റ് ബാങ്ക് വെച്ചിട്ടൊക്കെ നമുക്ക് ഇതിലേക്ക് ഫണ്ട് ആഡ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ നമ്മൾ ഫണ്ട് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താൻ പറ്റും. ഇപ്പോൾ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു ബോണ്ട് മാത്രമാണ്. നമുക്ക് സോൾഡ് ഔട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് മുന്നേ ആക്റ്റീവായിട്ടിരുന്ന ബോണ്ടുകൾ നമുക്ക് കാണാൻ പറ്റും. സോ ഇപ്പോൾ നിങ്ങൾക്ക് പ്രൈവറ്റ് ബോണ്ടിനെ പറ്റിയൊരു ധാരണ ലഭിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ വീഡിയോ ചെയ്തത് പ്രൈവറ്റ് ബോണ്ട് എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി അവൈലബിൾ ആണെന്നും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഒരിക്കലും ഇതൊരു സ്പോൺസേഡ് വീഡിയോ അല്ല. ഞാൻ ഒരിക്കലും നിങ്ങളെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുകയില്ല. ആൻഡ് ഐ ആം നോട്ട് എ ഫിനാൻഷ്യൽ അഡ്വൈസർ ആൻഡ് ദിസ് ഇസ് നോട്ട് എ ഫിനാൻഷ്യൽ അഡ്വൈസ്. നിങ്ങൾക്ക് ഇങ്ങനെയൊരു ഓപ്ഷൻ അവൈലബിൾ ആണെന്ന് കാണിക്കുക മാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒരു കേസ് സ്റ്റഡി നടത്തുകയും ഇതെന്താണെന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് അതിൽ ലഭ്യമാകുന്ന ഡോക്യുമെൻറ്റ്സ് മൊത്തം വായിച്ചതിന് ശേഷം ഓരോ ബോണ്ടുകളും നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആ ബോണ്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ നോക്കണം. ആ ബോണ്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്ന കമ്പനിയെ പറ്റിയും നിങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രമേ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താവുള്ളൂ. നിങ്ങളുടെ പൈസയാണ്, അത് നിങ്ങൾ സൂക്ഷിച്ച് നല്ല രീതിയിൽ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. ആൻഡ് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.